നമ്മൾ ഇരിക്കുന്നത് ഫ്ലൈറ്റിലാ. ഇതാണ് ഫ്ലൈറ്റ്. ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങൾ ജിദ്ദയിലേക്ക് തിരിച്ചു പോവാട്ടോ. കുറേ കാലമായി വിസ പ്രൊസീജിയേഴ്സൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുന്നത്. കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. പക്ഷേ വീട്ടുകാരൊക്കെ വിട്ട് പോകണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. നമ്മളെത്ര ആഗ്രഹിച്ചതാണെങ്കിലും അവരൊക്കെ വിട്ട് പോവാന്ന് പറയുന്നത് എന്തോ ഒരു ഫീലല്ലേ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോവാട്ടോ. ഇന്ന് വിചാരിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ നടന്നു. അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് രാവിലെ 4 മണിക്കായിരുന്നു. അപ്പം അതിന് കണക്കാക്കിയിട്ട് ഞങ്ങൾ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടോ. പെട്ടികെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോള് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ബാഗേജ് എല്ലാം സെറ്റാക്കി ഉള്ളിലേക്ക് കയറുമ്പോഴേക്ക് ആളെ എണീറ്റു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. ഇനി ഉള്ളിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറി ബാഗേജ് വേ ചെയ്യുന്നിടത്തൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും മോളും അവിടെ വെയിറ്റ് ചെയ്തു. ഹർഫ്ക ബാക്കിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു. ആ ആൾക്ക് ഉള്ളി ക്യാബിൻ ബാഗേജ് ഉള്ളായിരുന്നു. അപ്പം 7 kg അല്ലേ അവിടെ ഉള്ളൂ. ആളുടെ കയ്യിൽ 9 kgs ഉണ്ടായിരുന്നു. അപ്പോൾ 2 kg തൽക്കാലം ഞങ്ങളുടെ അടുത്ത് നിന്ന് ഹോൾഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം എന്തോ ഒരു ഇതിൽ ഹർഫ്ക അത് വാങ്ങുകയും ചെയ്തു. പിന്നീടാണ് ആലോചിച്ചത് അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ. അത് വിചാരിച്ചിട്ട് ബാക്ക് സീറ്റിൽ വെച്ചു. ഇനി വെറുതെ ഏതൊരു പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് ബാക്ക് സീറ്റിൽ വെച്ചു. അങ്ങനെ ആ ആൾ അവിടെ നിന്ന് ഇങ്ങനെ ഹർഫ്ഖാനോട് പറയുന്നുണ്ട് അതെടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ആ ആൾ വേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം അതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഹർഫ്ക വേണ്ട, അത് പ്രശ്നമാവും എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴേ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്കങ്ങനെ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും, അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ആൻഡ് ആ ഒരു എക്സ്ട്രാ 2 kg ബാഗേജ് അവരുടെ കയ്യിൽ നിന്ന് റിമൂവ് ആക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അത് വേസ്റ്റ് ബിന്നിൽ കളയുന്നൊക്കെ കണ്ടപ്പം ഒരു സങ്കടം. സംഭവം ചിപ്സ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തുണ്ടായാലും നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങരുത്. ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഒരാൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ടൈമിൽ കഴിയൂലെന്ന് പറയാനുള്ളൊരു മടിയോണ്ട് ആ ഒരു സിറ്റുവേഷനിൽ വാങ്ങിച്ചു പോയതാട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഒരു 2.5 hours ഡിലേ ആയിരുന്നു കേട്ടോ. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മസ്കറ്റിലായിരുന്നു കണക്ഷൻ. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളിവിടെ ലേറ്റ് ആവുന്ന ടൈമിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ മേ ബി രണ്ടാമത്തെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും പറ്റിയില്ല. അവിടുത്തെ വെയിറ്റിംഗ് ടൈം ഇവിടെ ബാലൻസ് ആയി കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ നേരെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹൈബീബിൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് ആട്ടോ ഇത്. ലാസ്റ്റ് ടൈം അത്ര മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട് ആൾ ശരിക്കും എൻജോയ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം കേട്ടോ. നമ്മൾ ഇരിക്കുന്നത് ഫ്ലൈറ്റിലാ. ഇതാണ് ഫ്ലൈറ്റ്. പിന്നെതെന്താ ഇത് പോണില്ലല്ലോ. ഇപ്പൊ പോട്ടോ, ഇപ്പൊ പോട്ടോ. ഹലോ ഹലോ നമ്മളൊക്കെ ഇട്ടിക്കണേ, ഈ മാത്രം ഇടാത്തോളൂ. മമ്മട്ടിന് നോക്ക് വീട് പോവിട്ടോ. വേണമെങ്കിൽ ഇരുന്നിട്ടോ. ഈ
ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മോള് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കുറേ നേരമായി ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നില്ല, എന്താ മൂവ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവസാനം മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പം മോള് നല്ല ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസ്കറ്റിലെത്തുന്നവരെ ആൾ എണീറ്റിട്ടില്ലായിരുന്നു. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പഞ്ഞിക്കൂട്ടത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോകുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മസ്കറ്റിൽ തീരെ വെയിറ്റിംഗ് ടൈം ഇല്ലായിരുന്നു കേട്ടോ. ആകെ 20 മിനിറ്റ്സ് ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞങ്ങൾ ചെക്കിങ്ങും ബാക്കി ക്ലിയറൻസൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ആൻഡ് അൽഹംദുലില്ലാ ഫൈനലി ഞങ്ങളിതാ സൗദിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാഗേജൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ റൂമിലെത്തിയിട്ട് ബാക്കി ബാഗേജ് എല്ലാം പൊളിക്കുന്ന വീഡിയോസ് എല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ഉറക്കം ഉറങ്ങി എണീറ്റപ്പോഴേക്കും പിന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മൂഡങ്ങ് കിട്ടിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇൻഷാ അല്ലാ ഇനി ഒരു 2 ഡേയ്സ് കൊണ്ട് തന്നെ ഓഫീസിൽ റീജോയിൻ ചെയ്യണം. അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളും ജോയിൻ ചെയ്യുന്ന വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബൈ.